ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നതാണെങ്കിൽ നെയ്യാർ ഡാമിൻ്റെ അടുത്ത് എത്താൻ നോക്കുമ്പോൾ നമുക്ക് ശിവാനന്ദിലേക്ക് ഒരു ബോർഡ് കാണാം. ഇതാ ഈ ബോർഡിലൂടെ ഈ പോകുന്ന വഴിയാണ് ശിവാനന്ദ ആശ്രമത്തിലേക്കുള്ള വഴി. ഇതാ ഒരാൾ പോകുന്നുണ്ട്. ഇതാ നമുക്ക് മൂപ്പരോട് തന്നെ ചോദിക്കാം. ഒരാൾ അങ്ങോട്ടേക്കാണ് തോന്നുന്നത്, ശിവാനന്ദ ആശ്രമത്തിലേക്കാണ് പോകുന്നത്. എന്നിട്ട് തോന്നുന്നു മലയാളി തന്നെയാണെന്ന് തോന്നുന്നു. ഹലോ ശിവാനന്ദ ആശ്രമം എങ്ങോട്ടാണ്? കുറേ ഉണ്ടാ? എത്ര? 400? ആ, കയറ്റുണ്ടെന്നു അല്ലേ? ചെറുതായിട്ടല്ലേ? എന്നാലും ഓട്ടോ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇങ്ങനെ സിമ്പിളായിട്ട് നടന്നങ്ങ് പോവാം അല്ലേ? ഓക്കെ, എന്നാൽ നമുക്ക് നല്ല അങ്ങോട്ടേക്ക് പോവാം. നല്ല എന്താ പറയുക, ഡാമിൻ്റെ ഏരിയത്തിലുള്ള നല്ല കാടുകളും മലകളും തന്നെയാണ് കേട്ടോ ഇവിടെ. ഇങ്ങോട്ട് പോകുന്ന വഴിയെല്ലാം നല്ല ഭയങ്കര കയറ്റമുണ്ട്. ഡാമിൻ്റെ ഏറ്റവും മുകളിലായിട്ട് വരും. എല്ലാം എന്താ പറയണ്ട, നല്ല എകർന്ന സ്ഥലമാണ്. ഒരു പ്രത്യേക വൈബ് തന്നെയാണ് ഇവിടെ. ഓക്കെ, അങ്ങനെ നമ്മൾ ചെറുതായിട്ടുള്ള കയറ്റം കയറി പിന്നെ ഒരു ഇറക്കം പോലെ തോന്നുന്നു. ഇനി ഇവിടെ നിങ്ങൾക്കിപ്പോൾ കയറ്റത്തിൽ കയറിപ്പോയാൽ വണ്ടി കിട്ടുമെന്നൊന്നും സംശയിക്കണ്ട. ഇതാ അത്യാവശ്യം ഓട്ടോറിക്ഷ എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ വേണേ നിങ്ങൾ ടാക്സി എല്ലാം വേണേ ഇവിടെ ഉണ്ട്. ഈ നമ്പർ കാണുന്നില്ലേ? ഇവിടെ കയറി വന്നാൽ ഒന്നും കിട്ടൂലെന്ന് വിചാരിക്കണ്ട. ഈ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ ഇവിടെ ടാക്സി എല്ലാം ഉണ്ട്. ഫുൾ ടൈം 24 മണിക്കൂറും കിട്ടും. ആശ്രമത്തിൻ്റെ ബോർഡ് ഇത് ഡാമാണ് കാണുന്നത്. ഡാം, ഡാമിൻ്റെ വെള്ളം കാണുന്നത് ഇതല്ല, ഇതിൻ്റെ ചുറ്റും ഡാം തന്നെയല്ലേ? അതന്നെ ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടല്ലോ ഇവിടെ. നല്ല തണുപ്പ്, റബ്ബർ തോട്ടാണെന്ന് തോന്നുന്നു അല്ലേ കംപ്ലീറ്റ്? അടിപൊളി ഉണ്ട് കേട്ടോ. ഇത് ആശ്രമത്തിന്റെ മതിലാന്ന് തോന്നുന്നു ഇതില്ലേ? ആശ്രമത്തിലേക്ക് എത്താനായി. പിന്നെ നിങ്ങളിപ്പോ ട്രിവാൻഡ്രത്തിലേക്ക് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നതാണെങ്കിൽ അവിടുന്ന് നേരെ KSRTC സ്റ്റാൻഡ് പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് നെയ്യാർ ഡാമിലേക്ക് ബസ് ഉണ്ട്. അല്ലാത്തത് ഇവിടെ വന്നിട്ട് കാട്ടാക്കടയിലേക്ക് ഇറങ്ങിയിട്ട് അവിടുന്ന് നെയ്യാർ ഡാം ബസ് കയറിയാൽ മതി അല്ലേ? അങ്ങനെയും വരാം. നേരത്തെ വരുന്നതാണെങ്കിൽ കാട്ടാക്കട ഇറങ്ങിയിട്ട് കാട്ടാക്കടയിൽ നിന്ന് മാറിക്ക് വരും. നമ്മള് ആശ്രമത്തിന്റെ മുന്നിലെത്തിയില്ലേ? യോഗാശ്രമമാണ്. അങ്ങനെ നമ്മള് ആശ്രമത്തിന്റെ ഗേറ്റിലെത്തിയതാ. ശിവാനന്ദ യോഗാശ്രമം. അങ്ങനെ നമ്മൾ നെയ്യാർ ഡാമിൽ 1 കിലോമീറ്ററല്ലേ ഉള്ളൂ? അത്രയല്ലേ കിട്ടുള്ളൂ? ഓക്കെ. അങ്ങനെ നമ്മളിവിടെ എത്തി. അങ്ങനെ ആശ്രമത്തിൻ്റെ ഉള്ളിലെത്തി. ആണ് മെഡിറ്റേഷൻ യോഗ ഒക്കെ ചെയ്യുന്ന ഹാളാണ് ഈ കാണുന്നത്. ഫസ്റ്റിലുള്ളത് ഇതാണ് റിസപ്ഷൻ. ഓക്കെ, ഇവിടെയാണ് നിങ്ങൾക്ക് വേണ്ട എൻട്രി ഒക്കെ. ഇവിടെയാണ് ഫസ്റ്റ് വന്നാൽ റിസപ്ഷനിൽ കയറാം. അപ്പോൾ നിങ്ങളെ ID കാർഡ് വെച്ചിട്ട് നിങ്ങൾക്കിവിടെ കയറാൻ പറ്റും. അപ്പോൾ മിനിമം പെർ ഡേ വെച്ച് 560, 3 ദിവസത്തേക്ക് 1650 ചാർജ് വരുന്നത്. പിന്നെ ഇവിടെ 24 hours വർക്കിംഗ് ഡേ ആണ്. അതുപോലെ 20 ക്ലാസ്സും അങ്ങനെ തന്നെ. വെക്കേഷൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും ഉണ്ട്. പിന്നെ നമുക്ക് അല്ലാണ്ട് കോഴ്സൊക്കെ നവംബറിലെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഷെഡ്യൂളാണിത്. രാവിലെ 5:20 മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. ഈ ടൈമെല്ലാം വെച്ച് ഫുള്ള് പ്രോഗ്രാം തന്നെ ആയിരിക്കും. ഓരോ സമയത്ത് രാവിലെ 5:20 മുതൽ പ്രോഗ്രാം തന്നെ. ഇതാണ് ഇവിടുത്തെ ടൈം ടേബിൾ തന്നെ പറയുക. ഇതെപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും.
അപ്പോൾ അതിൻ്റെ ഇടയിൽ കോഴ്സായിട്ടുള്ളത് അവർ വേറെ തന്നെ അവർക്ക് വേറെ തന്നെ കോഴ്സ് തന്നെ ഉണ്ട്. എൻട്രി ആയിട്ട് സർട്ടിഫിക്കറ്റ് കോഴ്സ് തന്നെ വേറെ തന്നെ ഉണ്ട്. അത് നവംബറിലാണ് സ്റ്റാർട്ടിങ് ഇവിടെ.